തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ചുരുങ്ങിയ മാസങ്ങൾക്കപ്പുറം സംസ്ഥാനത്തിൻ്റെ പൊതുരാഷ്ട്രീയം ഏതു തരത്തിലൊക്കെ കടന്നുപോയി എന്നത്. ഇവിടെ വീണ്ടും മറ്റൊരു വിഷയം കൂടി കടന്നു വരികയാണ്. മറ്റൊന്നുമല്ല, UDFിൻ്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിഷയമാക്കുകയാണ് CPM. ജമാഅത്തെ ഇസ്ലാമി നൽകിയ പട്ടിക പരിഗണിച്ചുകൊണ്ടാണ് UDF അവരുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് എന്നതാണ് CPMൻ്റെ PB അംഗം കൂടിയായ A. വിജയരാഘവൻ്റെ ആരോപണം. ലീഗ് മാത്രമല്ല, കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമി നിർദ്ദേശിച്ചവരെ സ്ഥാനാർത്ഥികളാക്കി കഴിഞ്ഞു. KM ഷാജി അതിനൊരു ഉദാഹരണം എന്നതാണ് അദ്ദേഹം ന്യൂസ് 18നോട് പ്രതികരിച്ചത്. തീരുന്നില്ല, വെൽഫെയർ പാർട്ടി ചിലയിടങ്ങളിൽ പിന്തുണ ഇടതുമുന്നണിക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പിന്തുണ സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിൽ വളരെ നയതന്ത്രപരമായി അല്ലെങ്കിൽ കൃത്യമായ ഒരു വ്യക്തത പറയാത്ത നിലപാടാണ് ഇക്കാര്യത്തിൽ CPM നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. A. വിജയരാഘവൻ സ്ഥാനാർത്ഥി ആരുടെയെങ്കിലും വോട്ട് വേണ്ടെന്ന് പറയുമോ എന്ന ചോദ്യം മറുചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. വർഗീയ കക്ഷികളുമായുള്ള കൂട്ടുകെട്ട് ചർച്ചയാവാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് ഡീൽ എന്ന ആരോപണം UDF ബോധപൂർവമായി ഉന്നയിക്കുന്നു എന്ന ആക്ഷേപം കൂടി CPM നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. A. വിജയരാഘവനാണ് ഇന്ന് ന്യൂസ് 18നോട് ഈ സുപ്രധാനമായ ചില നിലപാടുകൾ പറഞ്ഞിരിക്കുന്നത്. കേൾക്കാമാദ്യം വിജയരാഘവന്റെ വാക്ക്. UDF എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി വർഗീയതയാണ്. കേരളത്തിലെ UDFന് ഒരു സെക്കുലർ മുഖമില്ല, മതനിരപേക്ഷ മുഖമില്ല. UDF എന്ന് പറഞ്ഞാൽ തന്നെ അത് വർഗീയതയുടെ സംയോജനമാണ്. എല്ലാ വർഗീയതയ്ക്കെയും ഒരുമിച്ച് ചേർക്കാൻ ഉള്ള പരിശ്രമം നടത്തുക. പരിശ്രമം നടത്തല്ല, അതാണ് UDFിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളെല്ലാം വർഗീയതയുമായി ഉണ്ടാക്കിയ ദൃഢമായ കൂട്ടുകെട്ടിൻ്റെ ഉൽപ്പന്നം. അപ്പോൾ UDF as such വർഗീയതയാണ്. ഇപ്പോൾ UDF നേതാക്കന്മാർ ശ്രമിക്കുന്നത് എന്തിനാ? കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച മത ഏകീകരണം രൂപപ്പെടുത്തലാണ്. അപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഒരു ഏകീകരണം രൂപപ്പെടുത്താനാവുമോ? ഭൂരിപക്ഷ മതത്തിൽ നിന്നും ആ നിലയിൽ തന്നെ വർഗീയമായി കുറച്ച് വോട്ടിനെ കൊണ്ടുവരാൻ സാധിക്കുമോ? അത് തുറന്ന ഡീൽ അവർക്കുണ്ടാവും, ഹിഡൻ ഡീലും ഉണ്ടാവും. രണ്ടുമാണ് UDF എപ്പോഴും ചെയ്യുക. UDF പരിപൂർണമായി വർഗീയതയുടെ അസ്തിത്വം മാത്രമുള്ള ഒരു തെരഞ്ഞെടുപ്പ് അലയൻസാണ്, തെരഞ്ഞെടുപ്പ് കൂട്ടുകെട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരൊരിക്കലും അതിൻ്റെ പുറത്തേക്കൊന്നും പോയിട്ടില്ല. അവരതിന് തന്നെ കൂടുതൽ ഈ ഡീൽ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് സത്യത്തിൽ BD സർവീസിനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായ ഇതര കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്ന പരിശ്രമം തന്നെ സമൂഹത്തെ വർഗീയ ധ്രുവീകരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ന്യൂനപക്ഷ വർഗീയതയുടെ വോട്ട് കുറെ കൂടി തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരികയും സ്ഥായിയായി നിലനിൽക്കുന്ന വോട്ട് കച്ചവടം BJPയുമായി നടത്തുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും UDFിൻ്റെ അജണ്ട. അതിൻ്റെ അപ്പുറത്തുള്ള ഒരു അജണ്ട UDFില്ല. ഞങ്ങൾക്ക് നല്ല തിരിച്ചറിവുണ്ട്. നമ്മളത് പ്രതീക്ഷിച്ചേ പറ്റൂ. ഏത് ഇന്നത്തെ പ്രധാനപ്പെട്ട എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെയും പ്രത്യേകത അവർ BJPയോട് അയവേറിയ സമീപനം സ്വീകരിക്കുന്നവരാണ്. എല്ലാ കോൺഗ്രസിൻ്റെ നേതൃത്വ നിര BJPയുമായി സന്ധി ചെയ്യുന്ന രാഷ്ട്രീയ നിലപാടുള്ളവരാണ്. അവർക്ക് ഒന്നാമത്തെ ശത്രു BJP അല്ല, CPM ആണ്. അങ്ങനെയാണെങ്കിൽ LDFും CPMും ഒക്കെ ഈ ന്യൂനപക്ഷ വർഗീയത പറയുന്ന ആളുകളുടെ വോട്ട് വേണ്ട എന്ന് പറയുമോ? ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി മുഖേന പറയുകയാണ്, ഞങ്ങൾ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി LDF ശക്തമായ സ്ഥലങ്ങളിൽ, UDF അവിടെ ദുർബലമായിരിക്കും, പക്ഷെ BJP ജയിക്കുമെന്ന് തോന്നലുണ്ടായാൽ അവിടെ LDF നോട്ട് ചെയ്യുമെന്ന്, അത് വേണ്ട എന്ന് പറയുമോ? SDP അതുപോലെ തന്നെ LDF ആണ് അവിടെ ശക്തരെങ്കിൽ BJPയെ തോൽപ്പിക്കാൻ LDF നോട്ട് ചെയ്യും. അങ്ങനെ വേണ്ട എന്ന് പറയാൻ പറ്റുമോ CPMന്? വോട്ട് വേണ്ട പറഞ്ഞിട്ട് ഒരാൾ ഇതുവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഒരു സ്ഥാനാർത്ഥി ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു, അയാൾ വോട്ട് വേണമെന്നാ പറയല്ല. വോട്ട് വേണ്ട, എനിക്ക് വോട്ട് വേണ്ട, മഞ്ജിതിൻ്റെ വോട്ട് വേണ്ട, മറ്റേയാളുടെ വോട്ട് വേണ്ട, ഇയാളുടെ വോട്ട് വേണ്ട, പിന്നെ അതിനൊരു വോട്ട് വേണം. ഇങ്ങനെയില്ല. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടത് നമ്മളൊരു സമൂഹത്തോടാണ് അപ്പീൽ ചെയ്യുക, രാഷ്ട്രീയ നിലപാട് വെച്ചുകൊണ്ടാണ്. അതിൽ വേണ്ടെന്നല്ല പറയാം. അതിലെപ്പോഴും ഇപ്പോൾ കോൺഗ്രസിൻ്റെ പിന്നിലിരിക്കുന്ന ഒരാൾ നമുക്ക് വോട്ട് ചെയ്യാം തെരഞ്ഞെടുപ്പിൽ. അത് സംഭവിക്കാം. ഇപ്പോൾ തീവ്രവാദ ബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് അറ്റാച്ച് ചെയ്ത ഒരാൾക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ നിലപാടുകളുമായി ബന്ധപ്പെടുത്തി വോട്ട് ചെയ്യാം. അതൊക്കെ അതായത് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരേ മാതിരി എല്ലാവരും ഇങ്ങനെ വോട്ട് ചെയ്യില്ല. ഞാൻ സാധാരണ ജനങ്ങളാകെ അങ്ങനെയല്ല വോട്ട് ചെയ്യുന്നത്. നേതാക്കന്മാരായ ആളുകൾ സ്വാഭാവികമായിട്ടും അവരുടെ ആ നിലപാടിലാണ് വോട്ട് ചെയ്യുക. ഇപ്പോൾ എനിക്ക് ജമാഅത്തെ ഇസ്ലാമിൻ്റെ നേതാവിൻ്റെ വോട്ട് വേണ്ട എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയുടെ നേതാവിൻ്റെ വോട്ട് വേണ്ട എന്ന് പറയും, അങ്ങനെ പറയാം. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ജനങ്ങൾ എപ്പോഴും മാറി വോട്ട് ചെയ്യാലോ. അവരൊരു മുന്നണിയാണ്, അവരൊരുമിച്ച് നിൽക്കുന്നവരാണ്. പിന്നെ അവർ മുന്നണി തന്നെ ആണ് ഞാൻ പറയും. എന്താ വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ ആളുകളെ സ്ഥാനാർത്ഥിയാക്കി വെച്ചുകൊണ്ടാണ് UDF പാനൽ. അത് നിങ്ങൾ നോക്കിയാൽ മതി.
അതൊരു ഒരു സമീപനമാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിക്ക് കൂടി വേണ്ടപ്പെട്ട ആളുകളെ UDF പാനലിൽ കൊണ്ടുവരിക. അത് UDF ചെയ്തിട്ടുണ്ട്. മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ ആൾ കാൻഡിഡേറ്റാ. അതിന് എൻ്റെ ഉദാഹരണം. ജമാഅത്തെ ഇസ്ലാമിയുടെ മുദ്രാവാക്യം വിളിക്കുന്ന ആളാണ്. യെസ്, എ വിജയരാഘവന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എ വിജയരാഘവൻ പറയുന്നത്. ഒന്ന്, എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടി UDF ഇപ്പോഴും പോകുന്നു, എന്തിനാണ് ഇങ്ങനെ വർഗീയ ശക്തികളുടെ കൂട്ടുകെട്ട് തേടി പോകുന്നു എന്ന വിഷയം ഉന്നയിക്കുന്നു CPM ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും എന്നതാണ് സാഹചര്യം. പക്ഷേ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അതേ ആർജവം ഈ വാദത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് മറുപടി. കാരണം ആ ആർജവത്തിൽ അത് ഉന്നയിക്കപ്പെടുന്നില്ല എന്നതാണ്. കാരണം ഇത്തവണ അത് ന്യൂനപക്ഷങ്ങളുടെ സാധ്യതകൾ കൂടി തേടുന്നുണ്ട് CPM. പ്രത്യേകിച്ച് അവിടെ വടക്കൻ കേരളത്തിലെ വലിയ ന്യൂനപക്ഷ മേഖലകളിൽ നിന്നുള്ള മുസ്ലിം ന്യൂനപക്ഷ മേഖലയിൽ നിന്നുള്ള പിന്തുണ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാവാം ഈ നീക്കം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വെൽഫെയർ പാർട്ടി അടക്കമുള്ളവർ ചില മണ്ഡലങ്ങളിലെങ്കിലും ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുമെന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ആ പിന്തുണ നിഷേധിക്കുമോ എന്ന ചോദ്യത്തിനും വ്യക്തതയില്ല. സ്ഥാനാർത്ഥി എല്ലാവരുടെയും വോട്ട് തേടി നിൽക്കുകയാണല്ലോ എന്ന മറുപടിയാണ് വിജയരാഘവനുള്ളത്. മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ആരോപണം തെരഞ്ഞെടുപ്പ് ഡീൽ എന്നതാണ്. അതായത് CPMനെതിരെ കോൺഗ്രസ് ഉന്നയിക്കുന്നതാണ് BJPയുമായി ഡീൽ എന്ന ആക്ഷേപം. ഈ ആരോപണത്തിന് പിന്നിൽ തന്നെ ഈ വർഗീയവൽക്കരണം തടയാൻ അത് ചർച്ചയാവാതിരിക്കാനുള്ള അജണ്ടയാണ് എന്ന വാദം കൂടി എ വിജയരാഘവൻ മുന്നോട്ട് വയ്ക്കുന്നു. ഇങ്ങനെ 3 കേന്ദ്രങ്ങളിൽ ഉന്നയിച്ചുകൊണ്ടാണ് അവർ നിലപാടെടുക്കുന്നത്. ഇതിനിടയിൽ കോൺഗ്രസിൻ്റെ സ്ഥിരീകരണം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് LDFനെ പുറത്താക്കുന്നതിനായി ജമാഅത്തെ ഇസ്ലാമി അടക്കം എല്ലാവരുടെയും പിന്തുണ സ്വീകരിക്കുമെന്നാണ് MK രാഘവൻ, കോൺഗ്രസ് നേതാവ് MK രാഘവൻ MP പറയുന്നത്. വർഷങ്ങളോളം ജമാഅത്തെ ഇസ്ലാമിയുമായി CPMന് സഖ്യമുണ്ടായിരുന്നു. ചെങ്ങാത്തം വിട്ടപ്പോഴാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും MK രാഘവൻ ന്യൂസ് 18നോട് പറഞ്ഞു എന്നതാണ് ഇന്ന് രാവിലെ പുറത്തു വരുന്ന കോൺഗ്രസിൻ്റെ ഇതേ വിഷയത്തിലുള്ള പ്രതികരണം എന്നതാണ് സാഹചര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള UDFൻ്റെ ബന്ധം ഏറ്റവും അധികം പരമാവധി വേദികളിൽ ചർച്ചയാക്കിയതാണ് CPM. അതായത് എന്നാൽ ഇതിന് മറുപടി നൽകിയത് മുൻകാലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി CPMനാണ് ബന്ധമുണ്ടായിരുന്നത് എന്നതാണ്. ഒപ്പം PDPയും ഇടതുമുന്നണിയും തമ്മിലുള്ള ധാരണ വിഷയങ്ങളടക്കം ചർച്ചയാക്കപ്പെടുന്നുണ്ട്. CPMൻ്റെ പിന്നാലെ ഇപ്പോൾ ഇതേ വിഷയം UDFനെതിരെ വഴിതിരിച്ചു വിടുന്നത് BJP കൂടിയുണ്ട്. എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വേണ്ടെന്ന് പറയാൻ VD സതീശൻ തയ്യാറാകുന്നില്ല എന്ന ചോദ്യമാണ് BJP കൂടി ഉന്നയിക്കുന്നത്. ഇതാണ് ഇന്നത്തെ പകൽ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് മാറി മറിഞ്ഞ് പല വിഷയങ്ങൾ വരുന്നതിൽ ഏറ്റവും മുഖ്യമായ വിഷയം കൂടിയായി ഇത് മാറുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കം കൂടിയായി മാറുകയാണ്. എന്തായാലും നമുക്ക് ഒരു കാര്യം കൂടി, ഈ വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വേണ്ടെന്ന് VD സതീശൻ പറയുമോ എന്ന ചോദ്യം ഉന്നയിക്കുന്നത് BJPയിൽ നിന്നും ശോഭാ സുരേന്ദ്രനാണ്. പാലക്കാട് സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ. ഈ വിഷയം ഇപ്പോൾ ഉന്നയിക്കുന്നതിന് പിന്നിലും മറ്റൊരു രാഷ്ട്രീയ സാധ്യത കൂടിയുണ്ട്. കേൾക്കാം ആദ്യം ശോഭാ സുരേന്ദ്രൻ്റെ വാക്ക്. ഒറ്റ പോയിന്റേ ഉള്ളൂ, ഞങ്ങൾ പറയുന്ന ഭാവാത്മക മതേതരത്വം ആ സ്റ്റാൻഡ് എന്തുകൊണ്ട് VD സതീശൻ എടുക്കുന്നില്ല? ഇപ്പൊ VD സതീശന്റെ സ്ഥാനാർത്ഥി, ഇവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥി പറയട്ടെ ഞങ്ങൾ ഭീകരവാദികൾക്കെതിരാണെന്ന്, ഞങ്ങൾക്ക് ഭീകരവാദ സംഘടനകളുടെ വോട്ട് വേണ്ടെന്ന്. അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു അഫിഡവിറ്റ് നമ്മുടെ മുന്നിലുണ്ട്. അത് ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചാണ്. ആ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് ഉമ്മൻചാണ്ടി കൊടുത്ത അഫിഡവിറ്റിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മതരാഷ്ട്രവാദത്തെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ബഹുസ്വരത തകർക്കാൻ പരിശ്രമിക്കുകയും ഭീകരവാദത്തിന് കുടപിടിക്കുകയും ചെയ്യുന്ന ഈ ജമാഅത്ത് ഇസ്ലാമി നമുക്ക് അപകടകരമാണ് എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ വാക്കുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ UDFന്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ വോട്ട് പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. അത് VD സതീശന്റെ പിന്തുണ കൊണ്ടാണ്. അപ്പൊ VD സതീശൻ = ജമാഅത്ത് ഇസ്ലാമി പ്ലസ് SDPI. അത് തന്നെയാണ് പാലക്കാടിലും നടക്കുന്നത്. അപ്പൊ പാലക്കാടിലെ അങ്ങനെയാണെങ്കിൽ CPMുമായിട്ട് ഡീലുണ്ടോ എന്നുള്ള കാര്യത്തിനോ ഇത് മറയ്ക്കാൻ വേണ്ടി, അതായത് ഇന്ന് കേരളത്തിൽ നടപടികളിലൂടെ, അതായത് കോൺഗ്രസിന്റെ നേതൃനിരയിൽ ഇരുന്നു കൊണ്ട് VD സതീശൻ എടുത്തിട്ടുള്ള അന്യായമായ നടപടിക്രമങ്ങളും കേരളത്തിൽ 10 വർഷം ഭരണകൂടത്തെ നയിച്ചുകൊണ്ട് ദുർബലമായി കേന്ദ്രത്തിന്റെ ആവിഷ്കൃത നയങ്ങൾ അത്രയും കൊണ്ടുവരാനോ ഈ കേരളത്തിന്റെ വികസനത്തിന് നേതൃത്വം കൊടുക്കാനോ സാധിക്കാത്ത മുഖ്യമന്ത്രിയെ തള്ളിപ്പറയാൻ വേണ്ടി, ചോദ്യം ചോദിക്കാൻ വേണ്ടി ധർമ്മടത്തൊരു കരുത്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ പോലും നിർത്താതെ സുരേന്ദ്രനാണ് സംസാരിച്ചത്. ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.